കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെ അടുത്ത പ്രധാനമന്ത്രി ആരാണ് എന്ന ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. നിലവിലെ ഗതാഗത മന്ത്രിയായ അനിത ആനന്ദിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ആരാണ് അനിത ആനന്ദ്? തിങ്കളാഴ്ചയാണ് കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത്. അതിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നുകേട്ട പേരായിരുന്നു അനിത ആനന്ദിന്റേത്. നിലവിൽ ഗതാഗത ആഭ്യന്തര വ്യാപാര വകുപ്പ് മന്ത്രിയാണ് അനിത. ഡൊമിനിക് ലെബ്ലാക്, ക്രിസ്റ്റിയ ഫ്രീൻലാൻഡ്, മെലാനി ജോളി, ഫ്രാങ്കോയിസ് ഫിലിപ്പ് ഷാംപെയിൻ, മാർക്ക് കാർണി എന്നിവരുടെ പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുഴങ്ങി കേൾക്കുന്നുണ്ട്. ലിബറൽ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് അനിത. 2019 മുതൽ പാർലമെന്റ് അംഗമായി അനിത പ്രവർത്തിച്ചു വരികയാണ്. പബ്ലിക് സർവീസ്, പ്രതിരോധം തുടങ്ങിയ തന്ത്രപ്രധാന വകുപ്പുകളും അനിത ആനന്ദ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ട്രഷറി ബോർഡ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2024 മുതൽ കാനഡയുടെ ഗതാഗത ആഭ്യന്തര വ്യാപാര വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചു വരികയാണ് അനിത ആനന്ദ്. 1967 മെയ് 20 കെന്റ് വില്ലയിലാണ് അനിത ജനിച്ചത്. സരോജ് ഡി റാം എസ് വി ആനന്ദ് ദമ്പതികളുടെ മകളാണ് അനിത. ഡോക്ടർമാരും ഇന്ത്യൻ വംശജരുമായ ഇവർ 1960കളിൽ കനേഡയിലേക്ക് കുടിയേറിയതാണ്. അനിതയ്ക്ക് 2 സഹോദരിമാർ കൂടെയുണ്ട്. 1985 അനിത ഒന്റാറിയോയിലേക്ക് മാറി. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ ആളാണ് അനിത ആനന്ദ്. BA ഹോണേഴ്സ് ബിരുദവും അനിത കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നീട് നിയമപഠനത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. യേൽ ലോ സ്കൂൾ ഉൾപ്പെടെയുള്ള നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപിക ജോലി ചെയ്താണ് അനിത തന്റെ കരിയർ ആരംഭിച്ചത്. ടൊറന്റോ സർവകലാശാലയിൽ പ്രൊഫസറായും അനിത ജോലി ചെയ്തു. പിന്നീട് അവർ ടൊറന്റോ യൂണിവേഴ്സിറ്റിയുടെ അസോസിയേറ്റ് ഡീനും റോട്ട്മാൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോളിസി ആൻഡ് റിസർച്ച് വിഭാഗം ഡയറക്ടറുമായി. 1995 അനിത ആനന്ദിന്റെ വിവാഹം. ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് കണ്ടുമുട്ടിയ ജോൺ കനൗൾട്ടോണിനെയാണ് അനിത വിവാഹം കഴിച്ചത്. അഭിഭാഷകനും ബിസിനസ് എക്സിക്യൂട്ടീവുമാണ് ജോൺ കനൗൾട്ടോൺ. ഇവർക്ക് 4 മക്കളുണ്ട്. ഓക്വില്ലയിലാണ് ഇവർ താമസിക്കുന്നത്. 2019 ഓക്വില്ലയിൽ നിന്നാണ് അനിത MP തിരഞ്ഞെടുക്കപ്പെട്ടത്. 2019 അനിതയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 2019 ഓക്വില്ലയിൽ നിന്നും MP അനിത തെരഞ്ഞെടുക്കപ്പെട്ടു. കോവിഡ് കാലത്ത് സുപ്രധാന സേവനങ്ങൾ രാജ്യത്തിന് നൽകിയ വ്യക്തി കൂടിയാണ് അനിത ആനന്ദ്. അന്ന് പബ്ലിക് സർവീസ് വകുപ്പാണ് അനിത കൈകാര്യം ചെയ്തിരുന്നത്. രാജ്യത്ത് മരുന്ന് വിതരണം സുഗമമാക്കാനും ഓക്സിജൻ എത്തിക്കാനും PPE കിറ്റുകൾ എത്തിക്കാനും അനിത കഠിനമായി പരിശ്രമിച്ചു. കോവിഡ് കാലത്തെ പ്രവർത്തനമാണ് അനിതയെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയമാക്കിയത്. 2021 പ്രതിരോധ വകുപ്പിന്റെ ചുമതലയും അനിതയ്ക്ക് ലഭിച്ചു. അക്കാലത്ത് കാനഡയുടെ സൈനിക മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അനിത ശ്രമിച്ചിരുന്നു. ഉക്രൈനിലേക്കുള്ള കാനഡയുടെ സൈനിക സഹായങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതും അനിതയായിരുന്നു. പിന്നീട് ട്രൂഡോ മന്ത്രിസഭയിലെ പുനഃസംഘടനയുടെ ഭാഗമായി അനിതയ്ക്ക് ട്രഷറി വകുപ്പും ലഭിച്ചു. അക്കാലത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സുതാര്യത വരുത്താനും അനിതയ്ക്ക് കഴിഞ്ഞു. ഗതാഗത മന്ത്രിയായി 1 വർഷം പിന്നിടവേ രാജ്യത്തിന്റെ ഗതാഗത മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അനിത പദ്ധതികൾ നടപ്പിലാക്കി. ഗതാഗത മേഖലയുടെ സുരക്ഷയ്ക്കാണ് അനിത പ്രാധാന്യം നൽകിയത്. ലിംഗസമത്വത്തിന്റെ പ്രധാന വക്താവാണ് അനിത ആനന്ദ്. LGBTQ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി അവർ എന്നും ശബ്ദമുയർത്തി. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കാനഡയുടെ വൈവിധ്യമാർന്ന രാഷ്ട്രീയ ഭൂപ്രകൃതിയുടെ മുഖമായി മാറാനും അനിതയ്ക്ക് സാധിച്ചു. 1993 പ്രോഗ്രസീവ് കൺസർവേറ്റീവ് പാർട്ടി നേതാവായിരുന്ന കിം ക്യാംപെൽ ആണ് കാനഡയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത. ലിബറൽ പാർട്ടിയിൽ നിന്നും ഇതുവരെ ഒരു വനിത പോലും പ്രധാനമന്ത്രി പദത്തിലെത്തിയിട്ടില്ല. ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി അനിത ആനന്ദ് എത്തുകയാണ് എങ്കിൽ അത് ലിബറൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതുചരിത്രമാകും. കൂടാതെ കാനഡയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്ന ഖ്യാതിയും അനിതയ്ക്ക് സ്വന്തമാകും.